എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. എല്ലാവരും ലെക്ചറിംഗ് ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ ഫൈനൽ ലാബ് പ്രിപ്പറേഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ലാസ്റ്റ് 10 to 14 ഡേയ്സ് നമ്മൾ എന്താണ് പ്രിപ്പറേഷനിൽ ഉറപ്പായും ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ ചെക്ക് പോയിൻറ്റ്സ് ആണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഈ ലാസ്റ്റ് 10 to 14 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള ടൈമാണ്. അതായത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ത് തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സബ്ജക്ട് നോളജ് ഉള്ള ഒരാളാണെങ്കിലും, നമ്മുടെ പ്രിപ്പറേഷൻ ഇത്തിരി മോശമായിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ ലാസ്റ്റ് 2 വീക്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രൂവൺ ആയിട്ടുള്ള നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ഫോളോ ചെയ്ത സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ അത്ര മികച്ചതല്ല, അല്ലെങ്കിൽ അത്ര അഡിക്വേറ്റ് ആയിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഒന്ന് കാണാം. 10 മിനിറ്റുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആ അതിൽ പറഞ്ഞിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി. 12,000 ആപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്ത്, അതായത് എക്സാം എഴുതാൻ പോകുന്നത് 9,000 അതിൽ താഴെയോ ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് പഠിച്ച്, ഒന്ന് മര്യാദയ്ക്ക് റിവൈസ് ചെയ്ത് എക്സാം ഹാളിൽ കാര്യമായിട്ടുള്ള ഒരു നല്ലൊരു സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾ ചെയ്യണം. എന്താണ് എക്സാം ഹാൾ സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാട്ടോ. നമ്മൾ ഓൾറെഡി തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മര്യാദയ്ക്ക് ഒന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് നമ്മുടെ ലൈഫ് ടൈമിലേക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പഠിത്തം എന്ന് പറയുന്നത്, ഈ എക്സാം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഈ അടുത്ത 2 ആഴ്ച നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൂടെ? അറ്റ്ലീസ്റ്റ് ഒരു 10 to 14 അവേഴ്സെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നും കൂടി ഒന്ന്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കാണുക. അതുപോലെ തന്നെ അതിൽ പറ്റുന്ന പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. ഇനി ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഇതേ കഴിഞ്ഞ 2021 വന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം 20,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അല്ലെങ്കിൽ 20,000 പേര് എഴുതുന്ന സ്ഥലത്താണ് ഇവിടെ ആകെ 9,000 പേരേ ഉള്ളൂ. അതായത് നേർ പകുതിയാണ്. ഒന്ന് മര്യാദയ്ക്ക് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഈ ജോലിയിലേക്ക് എത്താൻ പറ്റും. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ നോക്കുക, നമ്മുടെ സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, സിലബസ് അനാലിസിസും അതുപോലെ സബ്ജക്റ്റും സബ് ടോപ്പിക്സും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മാഷ് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ 4 മോഡ്യൂൾ എടുത്താൽ തന്നെ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 78 മാർക്കായി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് മോഡ്യൂൾ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, നിങ്ങൾക്കറിയാം കുറേ മിസ്ലിനിയസ് ടോപ്പിക്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു 60 to 70% എന്ന് പറയുന്നത് ഈ 4 മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ, 4 മോഡ്യൂളിൽ ലാസ്റ്റ് മോഡ്യൂൾ ഇല്ല കേട്ടോ, ഈ 4 മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഏകദേശം ഒരു 60 to 70% അതിൽ കവറാവും. അതായത് ഇതും കൂടി ചേർത്ത്, അതായത് ഇതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്ലസ് ഒരു 7 to 8 മാർക്സ്, അതായത് ഒരു 85 മാർക്സ് നിങ്ങൾക്ക് ഈ 4 മോഡ്യൂൾസിൽ നിന്ന് മാത്രം കിട്ടും. അതിൽ തന്നെയുള്ള കോർ ടോപ്പിക്സ് ഏതാണെന്നും അതിൻ്റെ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും സിലബസ് എടുത്തു, കാരണം സിലബസ് വളരെ വാസ്റ്റാണ്. അതിൽ ചില ഏരിയാസൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഏരിയാസോ അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ചില ഏരിയാസൊക്കെയാണ്. ആ ഏരിയാസൊക്കെ നിങ്ങളൊന്ന് വായിച്ച് വിട്ട് അല്ലെങ്കിൽ ഒരു സർഫസ് ലെവലിൽ പഠിച്ചു പോയാൽ മതി. അല്ലാതെ എവ്രി നൂക്ക് ആൻഡ് കോർണർ നിങ്ങൾ പഠിച്ച് എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യരുത്. നിങ്ങളുടെ വാല്യൂബിൾ, കാരണം നിങ്ങളൊരു റെലവൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കുറഞ്ഞുള്ള ഏരിയയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസവും 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഈ കോർ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ റിവിഷൻ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എയിം ചെയ്യേണ്ടത് ഈ 85 മാർക്സ് അല്ലെങ്കിൽ ഈ 70+ മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഈ 4 മോഡ്യൂൾ മര്യാദയ്ക്ക് പഠിച്ചാൽ തന്നെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അതിന് തന്നിട്ടുണ്ടായിരുന്നു, ആ മര്യാദയ്ക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിനുള്ള നിങ്ങൾക്ക് ടോപ്പിൽ വരാനുള്ള മാർക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ അവിടുത്തെ ഈ ലെക്ചറിംഗ് ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പ് റാങ്ക് എത്രയാണ്? ടോപ്പ് റാങ്കുകാർക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? അല്ലെങ്കിൽ 60+ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് 10 വരും. 60+ മാർക്ക് മതി ടോപ്പ് 10 എത്താനായിട്ട്. ഏതൊരു ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ടെക്നിക്കൽ നേച്ചറുള്ള സ്വഭാവമാണെങ്കിൽ അതിൻ്റെ ടോപ്പേഴ്സിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 60 to 70 ഇടയിൽ തന്നെയായിരിക്കും. അത് മാത്രമാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതിനുവേണ്ടി നിങ്ങൾ സിലബസിലെ ഈച്ച് ആൻഡ് എവറി കോർണർ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കോർണറും പോയി നോക്കുക. എല്ലാ കോർണറിലുള്ള ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതല്ല നിങ്ങൾക്ക് സമയം കുറവാണ്, നിങ്ങൾക്ക് റിവിഷന് സമയം കുറവാണെങ്കിൽ ഏറ്റവും ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഏറ്റവും വെയിറ്റേജ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഈ 2 ആഴ്ച മുമ്പ് ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 2 ആഴ്ച നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പുതിയ സബ്ജക്റ്റ് പഠിക്കാമെന്നോ അല്ലെങ്കിൽ സിലബസിൽ കേട്ടിട്ടില്ലാത്ത ഓരോ ടോപ്പിക്സും എടുത്ത് പഠിക്കാമെന്നുള്ളതല്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ഈ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്സ് മാക്സിമം റിവൈസ് ചെയ്യുക. റിവൈസ്. ഇതിന് ഏറ്റവും എളുപ്പവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴി എന്താണെന്നറിയോ?
ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ടൈം ബൗണ്ടായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. അതിന് ഏറ്റവും നല്ല വഴി എന്താ? ടെസ്റ്റ് സീരീസ് എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. നമ്മൾ അത്രയധികം ടെസ്റ്റുകൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയധികം എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാവരും ക്ലാസ് കാണുന്നതിൻ്റെ തിരക്കിലാണ്. മെജോറിറ്റി ആൾക്കാരും ടെസ്റ്റുകൾ എഴുതുന്നില്ല. ടെസ്റ്റുകൾ ഒരു ടെസ്റ്റെങ്കിലും, അതായത് നമുക്ക് ഡെമോ ആയിട്ട് തന്നെ ടെസ്റ്റുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ടെസ്റ്റെങ്കിലും ഒന്ന് എഴുതുക. ആ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാവും. ഓരോ ടെസ്റ്റിനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റുകൾ എഴുതുക. കാരണം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും അങ്ങനെ തന്നെയാണ്. ടെസ്റ്റുകൾ എഴുതുന്ന ആൾക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഓരോ ക്വസ്റ്റിനും ലിങ്ക് ചെയ്താണ് അടുത്ത ക്വസ്റ്റിനിലും അതിൻ്റെ തിയറിയിലും കൊടുത്തിരിക്കുന്നത്. അത്രയും വെൽ ഡിസൈൻ ആയിട്ടുള്ള ടെസ്റ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് എഴുതാതെ നിങ്ങൾ പോരുത്, അത് വേസ്റ്റ് ആക്കി കളയരുത്. നിങ്ങൾക്ക് ഓൾറെഡി ആ ടെസ്റ്റുകളെല്ലാം കോഴ്സിൽ കൂടെ തന്നിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ വേസ്റ്റ് ആക്കി കളയരുത്. ആ ടെസ്റ്റുകൾ എഴുതി പോവുക. ഇനി അടുത്ത 2 ആഴ്ച നിങ്ങൾ ടെസ്റ്റ് എഴുതിയാൽ മതി. ആ ടെസ്റ്റ് മാക്സിമം ടെസ്റ്റ് എഴുതുക, ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൽ എക്സ്പ്ലനേഷൻ നോക്കുക, ഡൗട്ട് ഉള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക, അടുത്തിലേക്ക് പോവുക. ആ രീതിയിൽ നിങ്ങൾ അടുത്ത 2 വീക്സ് മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഇനി ഒരു ബുക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾ തന്നിട്ടുള്ള ടെസ്റ്റ് സീരീസിലൂടെ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോവുക, അതിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ ഒന്ന് കണ്ടുപിടിക്കുക. ആൻസർ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആൻസറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടി നോക്കുക. അതിൽ ഡൗട്ട് വരികയാണെങ്കിൽ മാത്രം ക്ലാസ്സിൽ പോയി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് 2 വീക്സ് നിങ്ങളുടെ പ്രധാന ജോലി എല്ലാ ദിവസവും 1, 2, 3 ടെസ്റ്റ് എഴുതുക എന്നുള്ളതായിരിക്കണം. അതിലൂടെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതിൽ നിങ്ങൾ മറന്നു പോകുന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതായിട്ടുള്ള പല ടോപ്പിക്സ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുക? ഒരു ടേബിളാക്കി, ഒരു ഫോർമുലായിട്ട് വയ്ക്കുക. അത് ബുക്കൊക്കെ മാറ്റിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആ പേപ്പർ റെഫർ ചെയ്തുകൊണ്ട് പോവുക. ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് ഇനി കാണാൻ നിൽക്കരുത്. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് അധികം ചോദിച്ച് കാണാത്ത ഏരിയാസ്, സിലബസിലുള്ള ഏരിയാസോ ലൈൻസോ നോക്കി അത് ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ കോർ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള ടെസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും മാർക്സാണ്. നമ്മുടെ ഒരു ടോപ്പറിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 60+ മാർക്സാണ്. നിങ്ങൾ പഠിച്ച കാര്യം തെറ്റുകൂടാതെ മിനിമം സമയത്ത് എഴുതാൻ പറ്റും, നെഗറ്റീവ്സ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ വരാൻ പറ്റും, ഈ ഡ്രീം ജോബിലേക്ക് എത്താൻ പറ്റും. ഈ ലാസ്റ്റ് 2 വീക്സ് കാട് കയറി പഠിക്കരുത്. ആ ഒരു കാര്യം കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ആ എക്സ്പ്ലനേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റിവിഷൻ നടത്താം. ആ ഒരു കാര്യം കൂടെ ഓർക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോഴ്സിൽ തന്നെ ഏകദേശം 105ഓളം എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ 103 എക്സാം നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. ഇനി +2 മോക്ക് ടെസ്റ്റും കൂടി അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല, റിവൈസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടോപ്പിക് ടെസ്റ്റ് എഴുതുക. 70ഓളം ടോപ്പിക് ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആണ്. ഈ 70 ടോപ്പിക് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് എടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് മൊത്തമായിട്ട് റിവൈസ് ചെയ്യാൻ 25 ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ 10 മോക്ക് ടെസ്റ്റിൽ 8 ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അടുത്ത 2 മോക്ക് ടെസ്റ്റ് വരാൻ പോകുന്നത് 18നും 19നുമാണ്. അപ്പോൾ 19 എക്സാമിന് 10 ഡേയ്സ് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ മോക്കും കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ ടെസ്റ്റ് എഴുതിയിട്ട് പോവുക, ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് പോവുക, അതിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും കണ്ടുപിടിച്ചിട്ട് പോവുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ അതിൽ മറന്നു പോകുന്ന കാര്യങ്ങളൊന്നും പേപ്പറിൽ എഴുതി വയ്ക്കുക, എക്സാം വരെ റിവൈസ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഡെയിലി ക്വിസിനോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ മറന്നു പോകാൻ അല്ലെങ്കിൽ ആപ്പിലെ നോട്ടിഫിക്കേഷൻ കണ്ടാലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പോസ്റ്ററായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 13-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഇത്രയും 4 മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 14, 15, 16, 17, 18, 19 ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2 ടെസ്റ്റുകൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത്. അത് 18-ാം തീയതി 19-ാം തീയതി നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, 10 ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റുകളും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എഴുതുക, ഈ പറയുന്ന ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക, മിസ്റ്റേക്സ് മനസ്സിലാക്കുക, അത് കറക്റ്റ് ചെയ്യുക. ആ ടെസ്റ്റിലൂടെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. വീണ്ടും പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ ക്ലാസ് കണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഈ ചെറിയ പൊട്ടും പൊടികളുമായിട്ടുള്ള ടോപ്പിക്സ് ഐഡൻറ്റിഫൈ എല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ആ ടോപ്പിക്സ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ. അതിൻ്റെ ക്ലാസ്സും നോട്ട്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ റിവിഷൻ ക്ലാസ്സസിനോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സും എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിസ്ലിനിയസ് ടോപ്പിക് കണ്ടോ, ഇത് മിസ്ലിനിയസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ലേസർ ഡയോഡ്, PLC, LED ഇതിനൊക്കെ എത്ര ചോദ്യം ചോദിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഇതിൻ്റെ പുറകെ പോയി ഒരുപാട് സമയം കളയണോ? അതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് ആണോ നിങ്ങൾക്ക് സമയം കളയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഫോർ ക്വിക്ക് റിവിഷൻ തന്നിട്ടുള്ളത്.
ഈ ടോപ്പിക്സിന് വേണ്ടി നിങ്ങൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോയാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ 75 മാർക്സ് ഉള്ള ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അത് റിവിഷൻ നടത്തുക. അതാണ് നിങ്ങൾ ഈ ലാസ്റ്റ് 2 വീക്സ് ചെയ്യേണ്ടത്. അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിൽ എത്താൻ പറ്റും, മിസ്റ്റേക്സ് കുറയ്ക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ഇനിയും നമുക്കൊരു ലാസ്റ്റ് 10 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 1 വീക്കിൽ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്, അത് ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ എക്സാം ഹോൾ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ലാസ്റ്റ് 2 വീക്സ് ഒരു ഗോൾഡൻ ടൈമാണ്, നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. അത് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അഗെയിൻ ഫോക്കസ് ഓൺ പ്രോഗ്രസ്. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് തെറ്റ് വരും, നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടെസ്റ്റുകളിലെല്ലാം പല കുട്ടികളും പറഞ്ഞൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കുറച്ച് ഹൈ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആക്ച്വൽ എക്സാം വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും ഹൈ ആയിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എക്സാമിൽ നിങ്ങൾ എഴുതി മാർക്ക് കുറഞ്ഞു പോയി, അതിലെ റാങ്ക് നോക്കണ്ട, മാർക്ക് നോക്കണ്ട, നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ള ഇവാലുവേഷൻ നടത്തുക. അറിയാത്ത കാര്യങ്ങൾ വീണ്ടും പഠിക്കുക. അതിനാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. ഇനിയും നിങ്ങൾക്കൊരു 10-14 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആവറേജ് നിങ്ങൾ എടുക്കുക, ഒരു 14 hours നിങ്ങൾ പഠിക്കുക. ഒരു 10 ദിവസം തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി 10 ദിവസത്തിൽ കൂടുതലുണ്ട്, എന്നാൽ പോലും ഒരു ആവറേജ് ഒരു 14 hours വെച്ചൊരു 10 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഏകദേശം 140 hours ആയി. ഈ 140 hours നിങ്ങൾക്ക് ഒരു 10 മാർക്ക് എക്സ്ട്രാ പഠിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ 10-15 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാൻ പറ്റില്ലേ? അത് നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ആണ് ആ മാർക്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എന്താണെങ്കിലും, എത്ര കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും, വീണ്ടും ഈ അടുത്ത 10 to 14 ഡേയ്സ് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്ട് എടുക്കുക. ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൽക്കാലം ലീവ് എടുക്കുക. ഇതൊരു ഡ്രീം ജോബല്ലേ. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം 14 ദിവസമെങ്കിൽ 14 ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പഠിക്കുക. ഇതൊക്കെ റാങ്ക് ഹോൾഡേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ടോപ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇൻ്റർവ്യൂസിലൊക്കെ പിള്ളേർ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പഠിക്കുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾവേസ് ഫോക്കസ് ഓൺ പ്രോഗ്രസ്. നിങ്ങളുടെ റിസൾട്ട് എന്താവും, എനിക്ക് ഇതിൻ്റെ റാങ്ക് എത്രയായിരിക്കും, ജോലി എപ്പോൾ കിട്ടുമെന്നൊക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ഈ പറയുന്ന എക്സാം കൊളാവാനേ സാധ്യതയുള്ളൂ. അതിന് പകരം ഓരോ ക്വസ്റ്റിനും, അറിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ സന്തോഷിക്കുക. ഇത് ഞാൻ ഇപ്പോഴേ കണ്ടല്ലോ, ഇത് എക്സാമിന് വരികയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്, അത് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പല കുട്ടികളും ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു, എന്താണ് ലാസ്റ്റ് 2 വീക്സ് അല്ലെങ്കിൽ ഒരു ക്ലൂലെസ് ആയിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഇനിയും അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വരാം. എക്സാം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.